ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കപ്പ വെച്ച് തയ്യാറാക്കിയ ഒരു അടിപൊളി വടയുടെ റെസിപ്പിയുമായിട്ടാണ്. നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും ഉഴുന്നുവടയാണെന്ന്. പക്ഷേ ഉഴുന്നുവടയല്ല കേട്ടോ, ഇത് കപ്പ വെച്ച് തയ്യാറാക്കിയ നല്ല ടേസ്റ്റും മണവുമുള്ള കപ്പ വടയാണ്, അഥവാ മരിച്ചീനി വടയാണ്. എന്നാൽ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിനു വേണ്ടിയിട്ട് 1/2 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. കപ്പയുടെ തൊലിയൊക്കെ നന്നായിട്ട് നീക്കം ചെയ്ത ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് ഇതേമാതിരി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ ഇതേമാതിരി എല്ലാ കഷ്ണങ്ങളും നുറുക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കുക്കർ അടുപ്പിലേക്ക് വെക്കാം. മുറിച്ചെടുത്ത കഷ്ണങ്ങൾ ഒന്നും കൂടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കപ്പയുടെ മുകളിൽ മുങ്ങത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞു. ആവിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചില കപ്പ വേവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അങ്ങനെയുള്ള കപ്പയാണെങ്കിൽ ഒരു 2 വിസിൽ വരെ വരുത്താവുന്നതാണ്. ഇനി ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയണം. വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഈ കുക്കറിൽ വെച്ചിട്ട് തന്നെ ഒരു കയ്യിൽ വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കാം. കുറച്ച് വലുപ്പമുള്ള ഒരു പാത്രം വെക്കാം. അതിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം. രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും എല്ലാം പൊടിയായി അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിപ്പൊടി കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കാൻ പാകത്തിലുള്ള പാത്രത്തിലേക്ക് വേണം ആദ്യമേ കപ്പ ഇട്ട് കൊടുക്കാൻ. അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. അഥവാ കുറച്ച് ലൂസായിട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാധാരണ വടയേക്കാൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. വെള്ളം കൂടിപ്പോയി തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊടിയിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുഴച്ചെടുത്തതിന് ശേഷം കൈയൊന്ന് നനച്ച ശേഷം ഒരു വലിയ ഉരുള എടുക്കാം. അതൊന്ന് പരത്തിയിട്ട് വടയുടെ ഷേപ്പ് മാതിരി ആക്കിയിട്ട് കൈയിൻ്റെ വിരൽ വെച്ച് ഹോൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. കൈ നടുവിൽ ഹോൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ വിരലൊന്ന് വെള്ളത്തിൽ നനച്ചിട്ട് വേണം ഇതേമാതിരി ഒന്ന് ആക്കിയെടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേമാതിരി വടയുടെ ആകൃതിയിൽ കിട്ടുന്നതാണ്. അങ്ങനെ എല്ലാതും ഇതേമാതിരി ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായി വരട്ടെ. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോ വശവും ചുവപ്പ് കളർ ആകുന്നത് വരെ മൊരിച്ചെടുക്കാം. തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി വല്ലാതെ തീ അധികമാണ് തോന്നുന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ 2 വശവും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. എണ്ണയൊന്നും അധികം കുടിക്കാത്ത ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണിത്. ഇനി അടുത്തതും ഇതേമാതിരി തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്.
ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ചമ്മന്തി കൂടി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പും 3 വെളുത്തുള്ളി അല്ലി, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില എന്നിവ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു നാരങ്ങയുടെ പകുതി നീര് കൂടി ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം. ഇത് വല്ലാതെ ഫൈനായിട്ട് അരയരുത് കേട്ടോ. ഫൈനായിട്ട് അരയ്ക്കുകയാണെങ്കിൽ ചമ്മന്തിയുടെ ടേസ്റ്റ് നഷ്ടപ്പെടുന്നതാണ്. ഇതേമാതിരി അരച്ചെടുക്കാം. ഈ ഒരു ചമ്മന്തി ഈ ഒരു വടയ്ക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.